നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന് പിന്നിൽ ഇടതുമുന്നണിയിൽ പൊട്ടിത്തെറി തുടങ്ങിയിരിക്കുകയാണ്. CPM-നെതിരെ LDF-ലെ ഘടകകക്ഷിയായ RJD നേതാവ് MV ശ്രേയംസ് കുമാർ പരസ്യമായി രംഗത്തെത്തിയിരിക്കുകയാണ്. LDF-ലേക്ക് ക്ഷണിച്ചിട്ടാണ് വന്നതെന്നും കടുത്ത അവഗണനയാണ് നേരിടുന്നതെന്നും MV ശ്രേയംസ് കുമാർ പറഞ്ഞു. രാജ്യസഭാ സീറ്റുമായി വന്നിട്ടും കാര്യമായ പരിഗണന ലഭിച്ചിട്ടില്ല. 2024 രാജ്യസഭാ സീറ്റ് RJDക്ക് തരേണ്ട മാന്യത LDF കാണിക്കണമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. 2018 ഞങ്ങൾ ഇടതുമുന്നണിയിലേക്ക് എത്തുന്നത്. അടുത്ത വർഷം ഞങ്ങളുടെ സീറ്റ് CPIക്ക് നൽകി വിട്ടുവീഴ്ച ചെയ്തു. എന്നാൽ പിന്നീട് ഒരു പരിഗണനയും ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഈ വർഷം സീറ്റ് തിരികെ നൽകാൻ CPI തയ്യാറാകണമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. മുന്നണിയിലേക്ക് ക്ഷണിച്ചിട്ട് തന്നെയാണ് വന്നത്. സംസ്ഥാനത്ത് RJDക്ക് മന്ത്രി പദവി വേണമെന്നും ശ്രേയംസ് കുമാർ പറഞ്ഞു. ലോക്സഭാ സീറ്റിന്റെ കാര്യം 2024 പരിഗണിക്കണമെന്ന് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും 2019 ഉറപ്പ് നൽകിയതാണ്. എന്നിട്ടും 2024 പരിഗണിച്ചില്ല. അതിൽ നിരാശയുണ്ട് എന്നും തിരഞ്ഞെടുപ്പിൽ ശക്തമായി പ്രവർത്തിച്ചു എന്നും തുടക്കം മുതൽ സംസ്ഥാന മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടതാണ് എന്നും പക്ഷേ RJDയെ മാത്രം പരിഗണിക്കുന്നില്ല എന്നും JDS-നുള്ള പരിഗണന പോലും തങ്ങൾക്ക് നൽകുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. RJD മുന്നണിയിലെ 4ാമത്തെ കക്ഷിയാണ്. രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ ചർച്ച പോലും ഉണ്ടായിട്ടില്ല എന്നും മുന്നണിയിൽ 11ാമത്തെ പാർട്ടിയായി മാത്രമേ പരിഗണിക്കുന്നുള്ളൂവെന്നും പാർട്ടി പ്രവർത്തകർ കടുത്ത അതൃപ്തിയിലാണ് എന്നും LDF ഈ അവഗണന അവസാനിപ്പിക്കണമെന്നും MV ശ്രേയംസ് കുമാർ പറഞ്ഞു.